ഫെബ്രുവരി 5 തീയതിയിലും ലോകത്തെ ഏറ്റവും വലിയ കൊളോണിയൻ ചൂഷണങ്ങളിലൊന്നിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ ബെൽജിയം രാജാവ് ലിയോപോൾഡ് രണ്ടാമൻ നടത്തിയ ഈ കൊടിയ ചൂഷണം ലോകചരിത്രത്തിലെ സമാനതകളില്ലാത്ത ക്രൂരതകളിലൊന്നാണെന്ന് പറയാം. 1865 ലിയോപോൾഡ് ബെൽജിയം രാജാവായിരുന്നത്. പാർലമെന്റ് ഉണ്ടായിരുന്നെങ്കിലും രാജാവിന് വ്യക്തമായ സ്വാധീനമുള്ള ഭരണരീതിയായിരുന്നു അന്ന്. മറ്റ് പല യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കും ഉള്ളതുപോലെ ഒരു കോളനി രാഷ്ട്രം ബെൽജിയത്തിനും ഉണ്ടാകുമെന്ന് ലിയോപോൾഡ് ആഗ്രഹിച്ചിരുന്നു. മധ്യ ആഫ്രിക്കയിൽ പ്രകൃതി വിഭവങ്ങൾ, ധാതു നിക്ഷേപങ്ങൾ, വനങ്ങൾ എന്നിവയിൽ സമ്പന്നമായ കോങ്കോയെ അദ്ദേഹം നോട്ടമിടുകയും ചെയ്തു. സൈനിക നടപടിയിലൂടെ കോങ്കോ പിടിച്ചെടുക്കാനാകില്ലെന്ന് രാജാവിന് വ്യക്തമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ അടവ് പ്രയോഗിച്ചു. 1876 ബെൽജിയത്തിലെ ബ്രസൽസിൽ നടത്തിയ രാജ്യാന്തര ഉച്ചകോടിയിൽ കോങ്കോയെ വികസിപ്പിക്കാനും അവിടെ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്താനും താൽപ്പര്യമുണ്ടെന്ന് ലിയോപോൾഡ് അറിയിച്ചു. തന്റെ വാക്ചതുരിയാൽ മറ്റ് രാജ്യങ്ങളിലെ പ്രതിനിധികളുടെ സമ്മതം അദ്ദേഹം നേടുകയും ചെയ്തു. പദ്ധതികൾ നടപ്പിലാക്കാനായി ഹെൻറി മോട്ടർ സ്റ്റാലിൻ എന്ന പരിവേഷകനെ ചുമതലപ്പെടുത്തി. ഹെൻറി കോങ്കോയിലെങ്ങും സഞ്ചരിച്ച് ഗോത്രത്തലവന്മാരുടെ ഒപ്പുകൾ വാങ്ങുകയും ചെയ്തു. അവർക്കാർക്കും ശരിക്കും അതെന്താണെന്ന് അറിയേ പോലും ഇല്ലായിരുന്നു. 1885 ഫെബ്രുവരി 5 രാജ്യത്തെ കോങ്കോ ഫ്രീ സ്റ്റേറ്റ് എന്ന് നാമകരണം ചെയ്തു. ചൂഷണത്തിന്റെ അധ്യായങ്ങൾ അവിടെ തുടങ്ങുകയായിരുന്നു. കോങ്കോയിൽ ലിയോപോൾഡ് സ്വന്തം ഭരണ സംവിധാനം ഒരുക്കി. തുറമുഖ നഗരമായ ബോമയിൽ ഒരു ഗവർണറെയും ഫോഴ്സ് പബ്ലിക് എന്ന ഗുണ്ടാ പട്ടാളത്തെയും കോങ്കോയിലുടനീളം നിയമിച്ചു. 19,000 അംഗങ്ങളുള്ള ഈ കുപ്രസിദ്ധ സൈന്യത്തിന്റെ അധികാരികൾ ബെൽജിയംകാരും അംഗങ്ങൾ നാട്ടുകാരുമായിരുന്നു. ആനക്കൊമ്പ് വേട്ടയായിരുന്നു ആദ്യമുണ്ടായിരുന്നത്. ആനകളെ കൂട്ടക്കൊല നടത്തി കൊമ്പുകൾ ശേഖരിച്ചു. ബോമയിൽ നിന്ന് കപ്പലുകളിൽ ഇവ യൂറോപ്പിലെത്തിച്ചു. ആ സമയം ലോകത്ത് റബ്ബറിന്റെ ആവശ്യം കൂടി വന്നു. കോങ്കോയിൽ ലാൻഡോൾഫിയ വള്ളിച്ചെടികളിൽ നിന്ന് റബ്ബർ ശേഖരിക്കാമായിരുന്നു. ഇതോടെ ലിയോപോൾഡിന്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിഞ്ഞു. പിന്നീട് നടന്നത് മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത പ്രവർത്തികളായിരുന്നു. ഫോഴ്സ് പബ്ലിക് ഗ്രാമങ്ങളിലേക്ക് ചെന്ന് സ്ത്രീകളെയും കുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി തടങ്കലിലാക്കി. ഇവരെ മോചിപ്പിക്കണമെങ്കിൽ ആ വീടുകളിലെ പുരുഷന്മാർ കാട്ടിൽ പോയി നിർദ്ദിഷ്ട അളവിൽ റബ്ബർ കൊണ്ടുവരണമെന്നും വ്യവസ്ഥയും വെക്കുകയുണ്ടായി. ഇതോടെ റബ്ബർ വില കുതിച്ചുയർന്നതോടെ കൊണ്ടുവരേണ്ട റബ്ബറിന്റെ അളവ് പല മടങ്ങ് വർദ്ധിച്ചു. വലിയ രീതിയിൽ കറയെടുക്കുന്നത് മൂലം ലാൻഡോൾഫിയ ചെടികൾ കരിഞ്ഞു. പുതിയ ചെടികൾ തേടി ആഴ്ചകളോളം നാട്ടുകാർ നടക്കേണ്ടിയും വന്നു. തടവിലിരുന്ന പല സ്ത്രീകളെയും പെൺകുട്ടികളെയും ഫോഴ്സ് പബ്ലിക് സേനാംഗങ്ങൾ പീഡിപ്പിച്ചു. പലരും പട്ടിണി മൂലം മരിക്കുകയായിരുന്നു.